കടലോര മേഖലയുടെ വികസനത്തിനായി കേന്ദ്ര സർക്കാർ അനുവദിച്ച ഫണ്ട് കേരളം ഫലപ്രദമായി വിനിയോഗിച്ചില്ലെന്ന് ബി.ജെ.പി. മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ. അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങളിലെ അപാകത രക്ഷാപ്രവർത്തനം പോലും ദുഷ്കരമാക്കുന്നു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലെ ഏകോപനം പൂർണ്ണ പരാജയമാണെന്നും കെ. സുരേന്ദ്രൻ പറഞ്ഞു. ജോർജ് കുര്യൻ കേന്ദ്ര ഫിഷറീസ് മന്ത്രിയായിരുന്ന കാലത്ത് 1400 കോടിയിലധികം രൂപയാണ് കേരളത്തിനായി അനുവദിച്ചത്. കടലോര മേഖലയുടെ വികസനവും അടിസ്ഥാന മേഖലയുടെ വികസനവും അടക്കമുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി അനുവദിച്ച ഈ കോടികൾ എവിടെ പോയെന്ന് വ്യക്തമല്ലെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ പറഞ്ഞു. ഏകോപനം പൂർണ്ണമായിട്ട് പരാജയപ്പെട്ടിരിക്കുന്നു. ഇതുവരെ ഇല്ലാത്ത തരത്തിലുള്ള വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത്. ഭരണകക്ഷി MLA തന്നെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്കോ മന്ത്രിമാർക്കോ ഒരു തരത്തിലുള്ള നിയന്ത്രണവും ജില്ലാ ഭരണകൂടങ്ങളുമായിട്ട് ചേർന്നിട്ടോ അല്ലെങ്കിൽ പ്രാദേശിക ഭരണകൂടങ്ങളുമായിട്ട് ചേർന്നിട്ടോ ഒരു തരത്തിലുള്ള നിയന്ത്രണവും ഏകോപനത്തിൻ്റെ കാര്യത്തിൽ ഇല്ല എന്നുള്ളതാണ് സത്യം. കോസ്റ്റൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഏകദേശം 1400 കോടി രൂപകളാണ് ഒരു വർഷം കേന്ദ്രം കേരളത്തിന് നൽകുന്നത്. പക്ഷേ ഇതിനൊന്നും ഒരു നടപടിയും എടുക്കുന്നില്ല. ജോർജ് കുര്യൻ ഫിഷറീസ് മന്ത്രി ആയിരിക്കുന്ന സമയത്ത് ചരിത്രത്തിലില്ലാത്ത സഹായമാണ് കേരളത്തിലെ കടലോര മേഖലയ്ക്ക് വേണ്ടിയിട്ട് നൽകിയത്. പക്ഷേ എല്ലാം കടലിൽ കായം കലങ്ങിയ പോലെ ആയിപ്പോൾ. കേന്ദ്ര സഹായം ഫലപ്രദമായി വിനിയോഗിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടതിന്റെ പ്രതിഫലനമാണ് മുതലപ്പുഴയിലും നീണ്ടകരയിലും ഉൾപ്പെടെ ആവർത്തിക്കുന്ന അപകടങ്ങളും ദുരിതങ്ങളും. മഴക്കെടുതിയും വെള്ളക്കെട്ടും നേരിടുന്നതിൽ വിവിധ വകുപ്പുകൾ തമ്മിൽ ഏകോപനമില്ല. പ്രാദേശിക ഭരണകൂടവും സർക്കാരും രണ്ടു തട്ടിലാണെന്നും കെ. സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. മുതലപ്പുഴയിലും നീണ്ടകരയിലും ഉൾപ്പെടെയുള്ള കടലോര മേഖലയിലെ സുരക്ഷയും സംസ്ഥാനത്തെ മഴക്കെടുതി പ്രതിരോധ പ്രവർത്തനങ്ങളും സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടുവെന്നും കെ. സുരേന്ദ്രൻ ആരോപിച്ചു. ജനം, തിരുവനന്തപുരം.